Their life is not finished just because they are retired. I think that's the message. If you retire, does it mean that you become old? No, it's the beginning of another life. അവൻ്റെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം. പക്ഷെ അതിൽ പെട്ടുപോകുന്ന അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനയുണ്ട്. മകനോട് പറഞ്ഞാലും മകന് മനസ്സിലാവില്ല, അങ്ങനെയുള്ള സംഭവമുണ്ട്. ഓക്കെ കൺമണിയിലും ഭയങ്കര ബ്യൂട്ടിഫുൾ റൊമാൻസ് ഷോക്കേസ് ചെയ്യുന്നുണ്ട്. Ama. That is Prakash Raj's magic truly. And Mani Sir's magic. Can you have a companionship which is different from a young couple falling in love? Given that the ego is present, ahankaram is there is also a lot of physical passion. At this stage, it's not that, it's companionship. I'd like to drive a motorbike. I think I'm going to buy this electric scooter just to go nearby. Akka, no, don't do that. It's very dangerous on the road. They jumped on me. Then I become very strong. I say, no, you can't tell me what to do. This is my life. ഇനിയും നായകൻ വേഷങ്ങളാണോ ആഗ്രഹം? അങ്ങനെ ആഗ്രഹമില്ല. അതിൽ ഞാൻ മുഴുവൻ നായകൻ അഭിനയിച്ച മമ്മൂട്ടി മോഹൻലാലൊക്കെ സ്വീപാവും. ജനനം 1947, പ്രണയം തുടരുന്നു. എൻ്റെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം ജയരാജ് ഏട്ടനും പത്മശ്രീ ലീല മാമുമാണ്. സോ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ? Well, I'm well. Good. ഓക്കെ, എങ്ങനെയാണ് പ്രണയം തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഈ സ്റ്റോറി എങ്ങനെയാണ്? ഞാൻ ട്രെയിലറൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രണയം നല്ല തമാശ, നല്ല എന്താ പറയുക, കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് കുറച്ച് ആൾക്കാർ അറിയേണ്ട ഒരു ജോണർ സിനിമയായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് ഈ ഒരു പ്രായത്തിൽ ഈ ഒരു റൊമാൻസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാൻ എല്ലാവർക്കും മടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ പുറത്തേക്ക് വരിക, അപ്പോൾ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിനകത്ത് പറയുന്നത് പിന്നെ പ്രായമായി വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഈ ഇത്തരം മോശങ്ങൾ കൊണ്ടാക്കുകയും അവരെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന അവർക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയും ഒരു സുരക്ഷിതത്തിൻ്റെയും ഒരു കൂട്ടുകെട്ടിൻ്റെയും ഒക്കെ ഉള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി കണ്ട് വെമ്പൽ കൊള്ളുന്ന ആ ഒരു പറ്റം പ്രായമായ ആളുകൾ അവരെ ഏത് തരത്തിൽ അവരെ ഒന്ന് അതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുള്ള ചിന്തയും അതിൽ നിന്ന് വരുന്ന കുറേ കോമഡിയായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ആയിട്ടുള്ള ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത്. ഇതിൽ എൻ്റെ ഒരു ഡൗട്ട്, ഇനി ഇപ്പോൾ ജയരാജേട്ടൻ്റെ പണ്ടത്തെ പ്രണയം അവിടെ എത്തിയിട്ട് കണ്ടുപിടിച്ചതാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ? അതൊന്നുമല്ല. അവിടെ ചെന്ന് അവിടെ ചെന്ന് എല്ലാവരും അവരവരുടെ ദുഃഖങ്ങളും ഇതുമുള്ളതാണ്. അതുപോലെ ഒരു ദുഃഖം അനുഭവിക്കുന്ന ആളാണ് ഇവരും. അവരോട് പല തമാശകളും പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ നമ്മളൊരു തമാശ പറയുന്നു, അത് അവർ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. അത് പിന്നെ അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ഇത് പെടുകയും അങ്ങനെ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു എന്തൊക്കെയോ ഒരു ട്വിസ്റ്റ് എലമെന്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? വേറെ സസ്പെൻസ് ഒന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓപ്പൺ ആയിട്ട് കഥ പറഞ്ഞു പോകുന്നത്. മാമിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി സിനിമയില്? எனக்கு ரொம்ப பிடிச்சது. ஐ என்ஜாய்ட் த ஸ்கிரிப்ட் ஃபர்ஸ்ட். ஓகே, எனக்கு அது பிடிச்சது. யூ டாக் அபவுட் சீரியஸ் மேட்டர்ஸ், ஆனால் வந்து அது கொஞ்சம் ஜோக்காக ஹியூமரஸ்லி இட் கம்ஸ் அவுட். அட் தட் டைம் இட் ஃபீல்ஸ் அஸ் தோ இட் இஸ் லைட், பட் ஆக்சுவலி இட் இஸ் நாட். ஓல்ட் ஏஜில் நம்ம அம்மா அப்பா எல்லாம் அவங்க அங்கே போய் கொண்டு விட்டுட்டு திரும்பி வீட்டுக்கு வருது. தட் இஸ் சம்திங் தட் இஸ் பார்ட் ஆஃப் அவர் டைம்ஸ். And it has to be looked at properly, because even though she's from a good family, she's in this home, and even though she has a friendly environment, she doesn't feel free. She wants her own small house. She wants to cook something. She wants to be free. So that this concept of freedom and being imprisoned, you need not be imprisoned. Even in your own house, you can feel like a prisoner. We know that sometimes that some people, especially women, I think you can feel confined, even with your children and with your husband and all. And your grandchildren and everybody. So you can do it your whole life very, very comfortably. But after a certain age, you feel that you should fight for your freedom. So I like the character because she's deserted a little by her family. So she's willing to go with this simple man. She feels protected by his affections. And she's buying her freedom actually. Okay. It's an interesting concept.
ഫൈറ്റ് ചെയ്ത് ഫ്രീഡം കണ്ടുപിടിച്ച ഒരു കഥയാണ്. Not fighting. It's out of dukkham. She, and it's a joke, you know. He says, I have nobody, kattam potradhukku utharailla, my wife is dead, and you want a small home, you come to my home. Okay. So it's equal exchange. And she's embraced by the community there. So she finds a new family and a new home. Okay. It's nice. എനിക്ക് തോന്നുന്നു ഈ ഒരു കഥയുടെ മെസ്സേജ് കുറേ ആൾക്കാർക്ക് ഇൻസ്പയർ ആകും. ബിക്കോസ് ഈ ഒരു ടോപ്പിക് സൊസൈറ്റിയിൽ ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിനെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലാക്കുന്നതും അതിനെയൊക്കെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അതൊക്കെ നമ്മൾ സമുദായത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അത് ഓരോരുത്തരുടെ നെസസിറ്റി. ചിലവർക്ക് അത് ന്യായമായ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും വേറെയാണ്. ആക്കുന്ന മകന് ചില കാര്യങ്ങളുണ്ടാവും, അവൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അത് സമയമില്ലാത്തതിനെ കൊണ്ടും അവൻ്റെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം. പക്ഷെ അതിൽ പെട്ടുപോകുന്ന അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനയുണ്ട്. മകനോട് പറഞ്ഞാലും മകന് മനസ്സിലാവില്ല, അങ്ങനെയുള്ള സംഭവമുണ്ട്. അത് കാണുകയും അത് മനസ്സിലാക്കുകയും അതിൽ അവരെ ദുഃഖത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത്. ഓക്കെ, അവരുടെ ഒരു കഥയും അതിലും ഒരു രസം കണ്ടുപിടിച്ച് അതിലൊരു ചെറിയ റൊമാൻസ് അല്ലേ? യെസ്. ഇപ്പൊ എനിക്ക് ജയരാജേട്ടന് എനിക്ക് പെട്ടെന്ന് ക്യാരക്ടർ ഓർമ്മ വരുന്ന ഏതാണെന്നറിയോ? ഹെലൻ സിനിമയിൽ ആ ഒരു സെക്യൂരിറ്റിയുടെ ഒരു റോൾ ഉണ്ട്. അതിലൊരു ഡയലോഗും ഉണ്ട്, എന്താ മനുഷ്യരെ ശരിക്കും നിലത്ത് നോക്കി നടക്കാനല്ല പഠിപ്പിക്കണ്ടേ, മുഖത്ത് നോക്കി നടക്കാൻ പഠിപ്പിക്കണം. അത് ശരിക്കും എല്ലാവരുടെയും മനസ്സിലങ്ങോട്ട് കയറിയ ഒരു ഡയലോഗാണ്. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയാണ് ചേട്ടൻ ചൂസ് ചെയ്യുന്നത്? അല്ല, അത് ക്യാരക്ടറൊക്കെ നമ്മൾ കഥാകൃത്തുകൾ എഴുതുന്നത് അവർ തരുന്നു, നമുക്കത് ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടുന്നു, അത് നമ്മളത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളതാണ്. അങ്ങനെ കരിയറിൽ ഇഷ്ടപ്പെട്ട കുറച്ച് സീനുകളുണ്ടോ? ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം തന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കാരണം അങ്ങനത്തെ ഒരു മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്ദർഭം കിട്ടുകയും അത് സഹായിക്കാൻ പറ്റുകയും അതിലൂടെ എന്ത് അനുഭവങ്ങൾ വന്നാലും സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. അത് എൻജോയ് ചെയ്തെങ്ങാണ്ട് ജോളി ചെയ്യങ്ങാണ്ട് കിട്ടുന്ന സന്ദർഭങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളതാണ്. അടിച്ചു പൊളിച്ച് ഓൾഡ് ഏജിൽ അടിച്ചു പൊളിക്കുന്ന ക്യാരക്ടർ സ്റ്റോറി അല്ലേ? സോ കമ്മിങ് ടു യു മാം, യു ആർ എ വെരി ഫേമസ് ഭരതനാട്യം ഡാൻസർ and a choreographer and right now an artist. So how was that journey? I think you're an artist in all those places. Yes. I was a dancer basically. I was a student first. Then I became a teacher and a choreographer. I write a bit. And I always thought after I retire, I should learn something new. Okay. So I thought maybe I'll learn an instrument or I'll learn how to play chess or something which I never did in my life. Okay. And actually, when Manisa called me, it just happened that I got a new career, like just like that. And எனக்கு ரொம்ப பிடிச்ச ஒரு இது, because to tell you the truth, in our classical world of music and dance, we look down a little upon cinema. I mean, there was a time when classical artists used to say, these cinema people. So I grew up with that, hearing that. Okay. And I didn't like it. I felt that, you know, every field, even a folk artist or a tribal artist or a Kalaripayat artist or anybody, everyone has an art form which they are really having to work very hard for. It's the same in cinema. Yeah. They enjoy more fame and glory than us, but Korea sollakudadu. So it was an opportunity for me to actually deal with that feeling I had that this is not right. Okay. And it became something that I enjoyed. Okay. Because I want to be a student again, so it became a student again. Okay. I may be the oldest person on the set, but actually I'm the youngest in terms of experience. I have no experience. Okay. So when I started 10 years ago, I was just a baby in the field. So now I have some experience. Okay. So, OK Kanmani. OK കൺമണിയിലെ ക്യാരക്ടറും നമ്മുടെ ഇപ്പോഴത്തെ ക്യാരക്ടറും വ്യത്യാസമാണ്. ஆமா, அந்த ரெண்டு கேரக்டர் கொஞ்சம் வித்தியாசம். அங்கே வந்து she is a little because of Alzheimer's-naல she is a little forgetful and forgets what to do and how to do, and she's also sick. പക്ഷെ OK കൺമണിയിലും ഭയങ്കര ബ്യൂട്ടിഫുൾ റൊമാൻസ് ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ஆமா
That is Prakash Raj's magic truly, and Manisha's magic. How you support your partner when things are not good. Yeah. And that is what the young couple, they saw that. That's why they get that emotions. They realize, that what is love. Adile vande young couple learned from them what love was. Yeah. Idile eppadina, if your own family rejects you and his family, the children have gone and the wife is no more, then can you find a new situation of understanding and concern and trust and compassion, and can you have a companionship which is different from a young couple falling in love? Ange vande the ego is present, the ahankaram is there, there is also a lot of physical passion. Yeah. But at this stage it's not that, it's companionship. It's pure love. It's pure love, yes. Yeah. So ഈ സിനിമയിൽ എങ്ങനെയുണ്ടായി ജയരാജ് സാറിന്റെ ക്യാരക്ടർ? ആ ഒരു പ്യുവർ ലവ് ഷോക്കേസ് ചെയ്യാൻ പറ്റിയ? അല്ല, ഇതിനകത്ത് എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടറല്ല. നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു അവലംബമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് സഹായം കൊടുക്കേണ്ടത് എൻ്റെ ഒരു കടമയാണെന്ന് എനിക്ക് തോന്നുകയും അതിന് ഈ ഇത്രയും സങ്കടങ്ങൾ അറിയുന്ന ഒരാൾക്ക് നമ്മളതിനെ നമ്മളെ ഒപ്പം ചേർക്കേണ്ട ആളാണെന്ന് തോന്നുകയും അങ്ങനെ ഒപ്പം ചേർക്കുകയും അതിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടി സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു ക്യാരക്ടറായിട്ട് അതിനകത്ത് വരുന്നത്. Okay. The question is to you, ma'am. If you were not a Bharatanatyam artist or a movie artist, what would you have been? I would have probably been a doctor or a sports person. Okay. I would like to have been a surgeon. Okay. നേരത്തെ പറഞ്ഞല്ലോ you would like to learn something more. Yeah. But what would that be? Anything. I always feel that I didn't learn how to play chess. I didn't learn how to play a flute. Okay. I'd like to drive a motorbike. Oh my God. Things like that. Stupid things, which അടിപൊളി, now അടിപൊളി I know I ആഗ്രഹങ്ങളാണ്. can't do now, but You can. Age is never the limit എന്നല്ലേ പറയുന്നത്? oh no, yeah. I mentioned it to some of my students the other day. I said, I think I'm going to buy this, electric scooter just to Okay. go nearby. Akka, no, don't do that. It's very dangerous on the road. They jumped on me. So then I become very strong. I say, no, you can't tell me what to do. This is my life. So let's see. Okay. There's So still all the time. best to that. Thank you. ആരും പറയുന്ന കേൾക്കണ്ടാവും. Like പഠിച്ചോ? I എന്താണെങ്കിലും. people who know me know I'm like that. Yeah. ഇപ്പോൾ സാറിനാണെങ്കിലോ ഇപ്പോൾ മൂവി ആയിരുന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു പാഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കുമായിരുന്നു കരിയർ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ തുടക്കത്തിലെ ഇത് തന്നെയാണ്, ആക്ടിങ് തന്നെയാണ് നല്ലത്. മറ്റൊന്നും ചിന്തിക്കാൻ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല, വേറൊന്നും ചിന്തിച്ചിട്ടില്ല ഇതുവരെ. ഇതല്ലെങ്കിൽ അത് എന്ന് പറയാനായിട്ട് ലൈഫിൽ മൂവി ഇത് തന്നെയായിരുന്നു, ആക്ടിങ് തന്നെയായിരുന്നു. സിനിമയല്ല, ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ മ്യൂസിക് ആയിട്ട്. പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. പാട്ട് പാടുന്നില്ല, പാട്ട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പറയാറുണ്ട്. പിന്നെ അങ്ങനെ അത്തരം കലാപരമായ പരിപാടികളല്ലാതെ വേറെ രീതിയിലേക്ക് ചിന്തിക്കാനുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സിനിമയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ടുകാരനായിട്ട് അറിയപ്പെടും തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ സിനിമയിൽ അഭിനയിക്കില്ലായിരുന്നെങ്കിൽ? അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ആക്ടിങ് തന്നെ മെയിൻ എന്നല്ലേ? ഓക്കെ. ഇപ്പോൾ വാട്ട് ഈസ് യുവർ സക്സസ് മന്ത്ര, മാം? I don't think I have one. Go with the flow, Anna. Go with the flow may not work. If you go with the flow, you might end up down at the bottom of the river. Okay. But I think you have to keep working and not working madly without thinking, but a kind of meditative practice. I think that should be your mantra. I mean, that's what I'd like to do. That anything I do, I'd like to be a little meditative about it. Not do it crazily because everybody's doing it, I'll also do it. Not like that. Okay. But a little bit of, do I need to do this? If I do it, how much should I do? Is it interesting? Will it give me happiness? Will it make other people nervous? I mean, these are, you have to judge it, Elia. So I don't think madly getting into things is my way. But I think about things a lot. And then I make my choices. ഇപ്പോൾ ജയരാജേട്ടൻ്റെ ഇപ്പോൾ ആദ്യത്തെ നായകനായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പിന്നെ നിരവധി അവാർഡുകളും കിട്ടിയിട്ടുണ്ട്.
അപ്പൊ അതിന്റെയൊക്കെ ഒരു സിനിമയിൽ കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇതിൻ്റെയാണ്, പ്രണയം തുടരുന്നു ഈ സിനിമയ്ക്കാണ്. പിന്നെ അത് ജാഗ്രത അവാർഡ് എന്ന് പറയുന്നത്. പിന്നെ നാടകങ്ങളിലാണ്, സിനിമയിലാണ് ആദ്യമായിട്ട് ഇത് കിട്ടിയിരിക്കുന്നത്. പിന്നെ നാടകങ്ങളിൽ കുറച്ച് അവാർഡുകൾ കിട്ടിയെന്നുള്ളതാണ്. നായകനായിട്ട് വന്നു എന്നുള്ളതിന് പറഞ്ഞാൽ പിന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിങ്ങനെ നമ്മൾ നായകന് വേണ്ടി ഇങ്ങനെ ഒരുപാട് നടന്നിട്ടൊന്നുമില്ല. കിട്ടുന്ന സിനിമകൾ, കിട്ടുന്ന റോളുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് വന്നു ഭവിച്ചൊരു സംഭവമാണത്. അപ്പോൾ അതിനകത്ത് സന്തോഷിക്കുന്നു. അത് മാക്സിമം സക്സസ് ആവാൻ വേണ്ടി. ഇനിയും നായകൻ വേഷങ്ങളാണോ ആഗ്രഹം? അങ്ങനെ ആഗ്രഹമില്ല. എന്ത് കിട്ടിയാലും ഹാപ്പിയാണ്. അതെ, എന്ത് കിട്ടിയാലും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും. അതിൽ ഞാൻ മുഴുവൻ നായകനെ അഭിനയിച്ച മമ്മൂട്ടി, മോഹൻലാലൊക്കെ സ്വീപാവും. പിന്നെ അതിനെക്കൊണ്ട് കിട്ടിയത് തന്നെ അവരുടെ ചാൻസ് ഒക്കെ പോയാൽ. അതെ അതെ. അപ്പം ബാക്കി നമുക്ക് എന്താണ് കിട്ടാൻ, നമുക്ക് ഒതുങ്ങുന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റുക, അത് വിജയിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ സൊസൈറ്റിയിൽ ഇങ്ങനെ കുറേ ഇപ്പോൾ ഈ ഒരു സിനിമയുടെ മെസ്സേജ് പോലെ തന്നെ ദേ ആർ ത്രോയിങ് ദ ഗ്രാൻഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഇൻ ടു ദി ഓൾഡ് ഏജ് ഹോംസ്. അവർക്കൊക്കെ എന്താ പറയുക, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇസ് ദിസ് സിനിമ ഗിവിംഗ് എ മെസ്സേജ്? അങ്ങനെ I don't think you need to tell them anything. They are doing it because they can't do it. Some are doing it because they want to do it. அது ஒரு கேஸ் வந்து வித்தியாசமாக தான் இருக்கும். But can we not keep them happy also? After all, you can put somebody in a home, but you should also perhaps think about whether they're happy or not. Maybe bring them home sometimes, take them back, or whatever. Whatever you can do, you should try and do to see that their life is not finished just because they are retired. I think that's the message. The message is that if you retire, does it mean that you become old? No, it's the beginning of another life. Many people after retiring only they do the things they actually wanted to do. So by putting them in a home, you've restricted them to the environment of that home. Everybody goes for a walk at 4 o'clock, everybody reads, everybody has this much food, then they go to sleep. That is very kettipotta madre irukku. But they would like to play games, they would like to go and see a cinema, they would like to go out and eat in a restaurant. I mean, so you have to think whether life ends at 60. I don't think it does. I think it becomes different, that's all. And you can love new things, and you can climb new mountains, and you can make new friends because you've done your duty. Your children are grown up, they've all gone abroad or whatever, but you are now free to be the person you want to be. So I believe that that is the story that we should try and question ourselves about whether, not about the old age home or not the old age home. It's about, does your life stop after you retire? Not at all. I think elderly people are the best people to be around small children, to teach them what they know, to help them to become calm. So in many countries they use old people to actually do this, is to be with young people. With the one generation you have to skip, so that a child will listen, even a 15-year-old will listen to an elderly person but may not listen to their father. Because the ego is stronger there. But to your grandfather, you may listen. So I think we have to use elderly people well in our society. In Japan, wherever there's a school or there's a crossing on the road, elderly people are given a small jacket and they volunteer their time and they come and stand on the road and they see that the children cross the road properly and that the cars don't overwhelm them. So, and the oru karyam vande, it's a socially responsible activity, and the old people feel good because for 1 hour they come out of their homes and they do this service for the country. So adu romba nalladhu, and the children love those tata parties. They always say hello to them, they greet them, they thank them. So there's a learning happening there. I think we have to use our old people usefully. Give them some jobs which are voluntary, but where they interact with young people. Yes, ingante system ഒക്കെ കേരളത്തിൽ നടപ്പായി വരാൻ നമുക്ക് ആഗ്രഹിക്കാന്നേ ഉള്ളൂ. സ്വപ്നങ്ങളിൽ മാത്രം. പക്ഷെ ഇല്ല നടക്ക വെച്ചിടണോ.
ഇപ്പൊ സിനിമയില് സെറ്റില് കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവല്ലോ. നോബി മർക്കോസ് ഏട്ടൻ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് നമുക്ക് ഈ സിനിമയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടോ ഷെയർ ചെയ്യാൻ പറ്റുക? അങ്ങനത്തെ I'll say here the best combination was your character and Nobu's, because he is young and he wants to get married, and he's already into his second marriage, you see. So the jealousy between them is very strong. I mean, it's very funny. That whole part is very funny to me. മാത്രം കിട്ടുന്നുണ്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഇതാണ്. He goes with him to see young, bride, because he doesn't have anybody. He'll take him with him to see a bride, prospective bride. But nothing works. 2-3 times he goes, nothing works. So and then he sees this, he's got a bride coming home. So அது ஒரு நல்ல തമാശ இருக்கும், നന്നാ இருக்கு. It's very nice. അങ്ങനത്തെ അത് സിനിമയോട് ബന്ധപ്പെട്ട സിനിമ എന്തായാലും, അല്ലാതെ സിനിമയിൽ പെട്ടെന്ന് വന്ന തമാശകൾ എന്ന് പറയുന്നത് അങ്ങനെ കാര്യമൊന്നുമില്ല. സിനിമയിനകത്ത് നിറച്ച് തമാശകളുണ്ട്. Nobu's character is very entertaining. ഫിലിം കാണുമ്പോൾ ആസ്വദിക്കുന്നതാണ് നല്ലത്. പറഞ്ഞു നമുക്ക് കൊളാക്കണ്ടെന്നാണ് ചോദിച്ചു, ഞാൻ കൊളാക്കണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ചോദിച്ചതല്ല, നമ്മൾ കണ്ട് കൊളാക്കണ്ടല്ല, കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആളത് പറഞ്ഞ് കൊളാക്കേണ്ടത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടറുടെ ഡിറക്ഷൻ എങ്ങനെയുണ്ട്, അതിനെപ്പറ്റി വിശേഷങ്ങൾ പറയാമോ? ഞാൻ ഒരുപാട്, എനിക്ക് ഇന്നിപ്പോൾ മലയാളത്തിൽ ഒരുപാട് ഡയറക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ പല ആളുകൾ, അവരെല്ലാവരും പലരും പല ടൈപ്പ് ഡയറക്ഷൻ സൈഡാണ്. പെട്ടെന്ന് വന്നങ്ങാണ്ട് പെട്ടെന്ന് ക്യാരക്ടർ എൻ്റെ മനസ്സിലാക്കി ക്യാരക്ടർ തരികയും പെട്ടെന്ന് പിന്നെ ശരിയാവാൻ വേണ്ടി പറയുകയും ടേക്ക് എടുത്ത് പോകുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. നേരെ മനസ്സിലാക്കി അടൂർ ഗോപാലകൃഷ്ണൻ പോലെ 2 ആഴ്ച മുമ്പേ എന്നെ കാണുകയും ഫോട്ടോ എടുക്കുകയും ഇത് കഴിഞ്ഞു, പിന്നെ സ്ക്രിപ്റ്റ് തന്ന് അത് മുഴുവൻ പഠിച്ച്, പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞ് അങ്ങനെ വളരെ സ്ലോ ആയിട്ട് പഠിച്ച ഡയറക്ടറും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത്. നമ്മുടെ ഡയറക്ടർ പെട്ടെന്ന് അദ്ദേഹത്തിന് എല്ലാം ഓൾറെഡി റെഡിയാണ് കയ്യിൽ എന്ന് പറഞ്ഞാൽ എത്രയോ കാലം മുമ്പേ സ്ക്രിപ്റ്റ് അയാളെ മനസ്സിനകത്ത് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഒരു ഡൗട്ടും ഇല്ല. ചിലവർ നമുക്ക് ഇവിടെ വെക്കണോ ക്യാമറ, അല്ല അവിടെ വെക്കണോ ക്യാമറ, അല്ലെങ്കിൽ വേണ്ട അങ്ങനെ ആക്കണം, അങ്ങനത്തെ ഒരു ഡൗട്ടും അദ്ദേഹത്തിനില്ല. അത് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ അയാളുടെ മനസ്സിൽ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, 24 hours ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന ക്യാരക്ടർ ഇന്ന രീതിയിൽ ഇന്നാദ്യം ചെയ്യണം എന്നൊക്കെ പൂർണ്ണമായ ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾക്കൊരു ഡൗട്ടും ഇല്ല, ഒരു കാര്യമില്ല. ആ രീതിയിലാണ് ശരിക്കും ഡയറക്ടർ ചെയ്യേണ്ടതെന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ശരിക്കും ഒരു ഡയറക്ടറെ അതെന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നാമത് സ്ക്രിപ്റ്റ് പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. പിന്നെ ചെറുപ്പം മുതലേ വീട്ടിൽ മനസ്സിൽ ആലോചിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ഓക്കെ കൺമണിയിലെ റോള്, അപ്പോൾ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ആക്ടിങ് വിത്ത് ദുൽഖർ സൽമാൻ? ഓൺലി ദുൽഖർ. ബിക്കോസ് DQ ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു നെഞ്ചിലെടുപ്പ്. അപ്പോൾ അങ്ങനെ it was a wonderful, actually. You won't believe it, but they were all so protective of me, because when the Pudusa Apna, the first film, so Prakash Raj had so much experience. He was coming from blockbuster films where he was the villain and all that. And Dulquer had a big reputation, but he was very, very respectful on the sets, of course, to Mani sir, but even to people like me. Extremely kind, extremely polite, and a really, really nice guy. Really nice boy. I love the relationship. That I value that relationship between him and me, and also between the actress and between Prakash Raj and me. There was a very nice. Ultimately, after 30-40 days, you become a little closer and you understand each other, and you get a chance to talk to people personally and privately, and that's nice. So, but they all protected me a lot. പക്ഷേ ഫസ്റ്റ് ഫിലിം ആണെന്ന് ഒരിക്കലും കണ്ടാൽ തോന്നൂലായിരുന്നു, ബിക്കോസ് യു റിയലി പ്ലേഡ് വെൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ് കൂടെ പറയാനുണ്ട്. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നമുക്ക് ആക്ടിങ്ങിൽ പടം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് അഭിനയിക്കുമ്പോൾ അങ്ങനെ തോന്നിയില്ല, പക്ഷെ പടം കാണുമ്പോൾ ഓരോ ആക്ടേഴ്സും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇയാളെന്ന് തോന്നിപ്പോകുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഈ സിനിമയിൽ നമ്മളെയൊക്കെ എത്തിക്കുന്ന ഏറ്റവും വലിയ ഘടകം ക്യാമറാമാൻ്റെ
ആൾക്കാരാണ്. ക്യാമറ അതിസുന്ദരമായിട്ട് നമ്മളെ മനസ്സിൽ കാണുന്ന, അതാണ് അവർക്ക് വേറെ പടത്തിന് വിജയം. ഡയറക്ടറും ക്യാമറമാനും ഒരേ റൂട്ട് കൂടെ they were like a ഒട്ടുമില്ല അതേപോലെ തമ്മിൽ അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻസ് and totally in sync with each other. ഓക്കെ. അദ്ദേഹം രാവിലെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് രാവിലെ എത്തിങ്ങാണ്ട് കുറേ സീനൊക്കെ എടുത്തിട്ടുണ്ടാവും. അത്ര ഇതായിരുന്നേ. Very much. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ക്യാമറയായിട്ട് മുറ്റത്തേക്ക് പോയിട്ടുണ്ടാവും, എല്ലാം പറമ്പലൊക്കെ പോയിട്ടുണ്ടാവും. അവിടുന്ന് അതൊക്കെ എടുത്തിങ്ങാണ്ട് അത്ര അതാണ് ശരിക്കും നമ്മളെ സിനിമേൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ജനനം 1947, പ്രണയം തുടർന്നുകൊണ്ടിരിക്കട്ടെ, സിനിമ ഒരു അടിപൊളി ഹിറ്റ് ആവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.